നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യർ, കാലം വിതച്ചിട്ട കാലം വിതച്ചിട്ട വിഷബീജമേ, ലോകം ഭയക്കുന്ന ലോകാന്ധകാരമേ. പണ്ട് യേശുദാസ് എയ്ഡ്സിൻ്റെ കാലഘട്ടത്തിൽ പാടിയ ആ 4 വരിയാണ്. ഒരിക്കൽ ഒരു പരിധിവരെയും അകത്ത് നിർത്തിയ അതിൽ വളർച്ച ചുരുക്കിയ എയ്ഡ്സ് അല്ലെങ്കിൽ HIV കേരളത്തിൽ പോലും വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇക്കൊല്ലം ഇരട്ടിയായിട്ടുണ്ട്. അതും 14, 15, 16 വയസ്സുള്ള കുട്ടികൾക്ക്. പണ്ടൊക്കെ എയ്ഡ്സ് വരുന്നത് പ്രായമായ 20, 40 വയസ്സുള്ളവർക്കാണ്. നമ്മുടെ ലോകം, പ്രത്യേകിച്ച് ഇന്ത്യ, കേരളം മോറൽ വശം വളരെ വീക്കായി. അതെങ്ങനെ വീക്കാതിരിക്കും? പരമോന്നത കോടതി പോലും പറഞ്ഞത് നിങ്ങൾക്ക് ആരുമായിട്ടും ബന്ധപ്പെടാം, സമ്മതം ഉണ്ടായാൽ മതി. എന്താണ്? ഗോപ്യമായിട്ട് വഹിക്കേണ്ടത് ഗോപ്യമായിട്ട് വഹിക്കണം, മറഞ്ഞു നിൽക്കണം മറഞ്ഞു നിൽക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ ഇത്രയും ആസ്വാദനകരമായ, ഇത്രയും സുഖകരമായ, മറിച്ച് മനുഷ്യ ശരീരത്തിന് ഏറ്റവും വലിയ എക്സസൈസായ ദൈവം അനുഗ്രഹിച്ച് തന്ന ഒരു സംഭവമാണ് സ്ത്രീ പുരുഷ ബന്ധം. എല്ലാ ജീവജാലങ്ങൾക്കുണ്ട്. അതിന് നമ്മൾ മിസ്യൂസ് ചെയ്ത് ആർക്കും കൊള്ളരാത്ത അവസ്ഥയിൽ എത്തിച്ച് താൽക്കാലിക ആസ്വാദനത്തിൻ്റെ പേരിൽ പിന്നെ എയ്ഡ്സ് ഉണ്ടായി, എയ്ഡ്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ധ്രുവം സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി, ഒരു ഏർവാടിയിൽ എൻ്റെ സ്നേഹിതന്മാർ 2 പേര് പത്രപ്രവർത്തകർ ചെന്നപ്പോഴും മുഖം കണ്ട് ചോദിച്ച് അന്വേഷിച്ച് പറഞ്ഞ ആ കുട്ടിയുടെ പേരൊക്കെ പറഞ്ഞു. അവസാനം എയ്ഡ്സ് വന്ന് എല്ലാവരും ഉപേക്ഷിച്ച് റീകണക്ട് ചെയ്യാൻ പറഞ്ഞ പൈസയും യൗവനമുള്ള സമയത്ത് എല്ലാം ചൂസ് ചെയ്തിട്ട് ആ കുട്ടിക്ക് അവസാനം എയ്ഡ്സ് വന്ന് ഉപേക്ഷിച്ചപ്പോൾ നാഗൂർ കൊണ്ടുപോയി, നാഗൂരല്ല പിന്നെ ഏർവാടിൽ കൊണ്ടു തള്ളി. അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പത്രപ്രവർത്തകർ കണ്ടപ്പോൾ ആ കുട്ടി പറഞ്ഞത്, കുട്ടി 10, 24 വയസ്സുള്ളൂ, 17 വയസ്സുള്ള ഒന്നാണ്, എനിക്ക് മുട്ട ബിരിയാണി കഴിക്കുന്നതാണ്. 10, 100, 150 രൂപ ഉള്ളൂ, 100 രൂപ ഉള്ളൂ, അതുപോലും ഇല്ലാതെ. അങ്ങനെ അവർ മുട്ട ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് അവർ പോന്ന്. 2 ദിവസം ഇപ്പോൾ മരിച്ചായിട്ട് അറിവിട്ട്. അതുപോലെയാണ് ഈ എയ്ഡ്സ് രോഗം വന്ന് വർദ്ധിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഉന്നത കുലജാതരായ നേതാക്കൾ ചെളിയിൽ ചവിട്ടാത്ത ആരുമില്ല. ചെളിയിൽ ചവിട്ടിയത് കഴിയും കളിയൊക്കെ ശരിയാണ്, അത് ആദമിൻ്റെ കാലം മുതലുണ്ട്. പക്ഷെ ഇത്രയും പരസ്യമായിട്ട്, ഇത്രയും അംഗീകാരത്തോടെ, നിയമപരമായിട്ട് പോലും സുപ്രീം കോടതി പോലെ പരമോന്നത കോടതി പോലും ഇങ്ങനെ നിശ്ചയിച്ചെങ്കിൽ എവിടെ എത്തി നമ്മുടെ സംസ്കാരം? എവിടെയാണ് ഹർഷഭാരത സംസ്കാരം? എവിടെ പോയി? ഋഷിമാരുടെ സംസ്കാരം നമ്മൾ കൊട്ടിഘോഷിക്കുന്ന സനാതന ധർമ്മം ഉൾക്കൊള്ളുന്ന ആ സംസ്കാരം എവിടെ പോയി? ഏത് സ്ത്രീക്കും പുരുഷനും എവിടെ വേണമെങ്കിൽ എപ്പോഴും ബന്ധപ്പെടാം, അനുവാദം ഉണ്ടായാൽ മതി. അതിന് പല നേട്ടങ്ങൾ കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പല പോലീസിൻ്റെ ശല്യം കുറവുണ്ട്. പക്ഷേ അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എയ്ഡ്സ് രോഗം കഴിഞ്ഞ വർഷം അപേക്ഷിച്ച്, ഈ കഴിഞ്ഞ മുമ്പിലത്തെ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയായിട്ടുണ്ട്. അത് 14, 15, 16 വയസ്സ് കിട്ടും. ബന്ധപ്പെട്ട അധികാരികളും നേതാക്കളും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്യപകടമായ ഒരു കാര്യമാണ് എയ്ഡ്സ്. എയ്ഡ്സ് ഇന്നും കൃത്യമായിട്ട് മരുന്ന് കണ്ടുപിടിച്ചില്ലെന്നാണ്. നമ്മൾ ഒതുക്കി നിർത്തിയതാണത്. അത് വളർന്ന് ഞാനത് പറയാണ്. അത് ആമുഖമായിട്ട് ഞാൻ വിഷയത്തിൽ ഗൗരവമുള്ളതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് അതിൻ്റെ പറഞ്ഞത്. ഞാൻ കൂടുതൽ വ്യാഖ്യാനിക്കൊന്നുമില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ശ്രദ്ധിക്കണം. മറ്റൊന്ന്, CJ തോമസ്, അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ മേരി ജോൺ തോട്ടം കൂത്താട്ടുകുളം, തുറക്കുകിൽ എനിക്ക് വേണ്ടി മെത്ത എന്നൊക്കെ പറഞ്ഞ ആ പാട്ട് പാടിയ പ്രശസ്തമായ കലാകാരി മരിച്ചിട്ട് 27ാമത് വർഷം, വാർഷിക ദിനമാണ്, ചരമദിനമാണ്. അതുപോലെ മറ്റത് മഹാകവി കട്ടക്കയം പാലസാർ, അദ്ദേഹം മരിച്ചിട്ട് 89ാമത് ചരമവാർഷികമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജന്മകുടീരം, ജന്മ വീട് ഒക്കെ തകർത്ത് ഇപ്പോൾ
ക്രിസ്ത്യ സമുദായത്തിൽ എന്തോ വലിയൊരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പപ്പു ഇല്ലേ, ഓടയിൽ എഴുതിയ പപ്പു പറവൂര്, അദ്ദേഹത്തിന് ആ ചെറ്റക്കുടിലാണ്, വെറും ചെറ്റക്കുടിൽ, അത് ഇന്നും പുരാവസ്തുവായിട്ട് സംരക്ഷിച്ചിരിക്കുന്നു. പക്ഷേ ഈ നമ്മുടെ മഹാകവി കട്ടക്കയം അദ്ദേഹത്തിൻ്റെ ആ ഇതെല്ലാം തകർത്ത് കളഞ്ഞ് പുതിയ ബിൽഡിംഗ് പണിയാണ്. അതും ക്രിസ്തീയ സഭ ഓർക്കണം, ലോകത്തിൽ മാതൃകയാകേണ്ട സഭ. ഇതൊക്കെ നിങ്ങൾ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുക. ഇത് നമ്മുടെ വിഷയം. പറയുമ്പോൾ അല്പം കടത്തു പോകും, നിങ്ങൾക്കെല്ലാം ഇഷ്ടക്കുറവുണ്ടാവും, അതെനിക്കറിയാം. എങ്കിലും ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് നാളത്തെ പൈസ കൂലി ഇന്ന് കൊടുത്താൽ അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് അതെന്ന് ഞാൻ മനഃശാസ്ത്രപരം പഠിച്ചിട്ടുണ്ട്, ഫിലോസഫിക്കലായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇന്ന് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ സമുദായത്തോടും സമൂഹത്തോടും എൻ്റെ ജനങ്ങളോട് ചെയ്യുന്ന അനീതിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കുറ്റം ഏറ്റുകൊണ്ട് തന്നെ ഞാൻ പറയാണ്. എനിക്ക് അതിൻ്റെ പേരിൽ വിജയിക്കണമോ അല്ലെങ്കിൽ ആളാകണമെന്ന് ആഗ്രഹമില്ല, ഒരു നേട്ടവും ഉദ്ദേശിക്കില്ല. എങ്കിലും സത്യം തുറവരാണ്. ഈ ഇന്ത്യയിലെ ഇന്നത്തെ പ്രതിപക്ഷ പാർട്ടികളെ കൊണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടിയെ കൊണ്ട് BJPയോ സംഘപരിവാറിനോ അധികം താഴെ ഇറക്കാൻ സാധിക്കില്ലെന്ന് പൂർണ്ണ ബോധ്യം വന്നൊരു ലീവിനായ ഞാനിത് അത് ഞാൻ കരുതാതില്ല. ഓക്കെ. കാരണം ഡൽഹി പോയി, എല്ലാ സംസ്ഥാനങ്ങളും പോയി. ഇപ്പോൾ ജാർഖണ്ഡിൽ JMM എന്നൊരു പാർട്ടി ഉണ്ടായല്ലോ, ആ പാർട്ടി ഇപ്പോൾ BJPയോട് സംസാരിച്ചെങ്കിലും BJPക്ക് അവിടെ വേണ്ടത് പറഞ്ഞ് ലേറ്റസ്റ്റ് അതല്ലെങ്കിൽ പോയതിന്. എന്നാൽ ആ JMM പാർട്ടി ബീഹാറിൽ വന്ന് മത്സരിച്ചപ്പോഴേ അവർ സഖ്യം ഉണ്ടാക്കാൻ ഈ പറഞ്ഞ ലാലുവിൻ്റെ മോനും കോൺഗ്രസും സമ്മതിച്ചില്ല. ഇതിനൊക്കെ അർത്ഥം ബുദ്ധിയുള്ളവർക്കും മനഃശാസ്ത്രജ്ഞന്മാർക്കും ഫിലോസഫിസ്റ്റുകൾക്കും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഈ ലാലുവിൻ്റെ പാർട്ടിയിലും മുലായബിൻ്റെ പാർട്ടിയിലും മറ്റേ കോൺഗ്രസ്സിലും ശക്തമായ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഏജൻസികളുണ്ട്. അത് ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. കാരണം നമ്മളൊരു കാര്യം അറിഞ്ഞത് വിജയിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് ഏത് മാർഗം സ്വീകരിക്കും. യുദ്ധത്തിനും പ്രേമത്തിനും ഇലക്ഷൻ തെരഞ്ഞെടുപ്പിലും നിയമമൊന്നുമില്ല, ജയിക്കുമെന്ന് മാത്രം. അപ്പോൾ BJP സംബന്ധിച്ച് സംഘപരിവാരെ സംബന്ധിച്ച് അവർ ഇറങ്ങിയ പ്രവൃത്തി വിജയിക്കുക എന്നുള്ള അവർ ലക്ഷ്യമാണ്. അത് നമ്മൾ നിന്നു കൊടുക്കുമ്പോൾ നമ്മളാണ് കുറ്റപ്പെടുത്തേണ്ടത്, അല്ലാതെ അവരെയല്ല. ഞാൻ അവരൊരിക്കലും കുറ്റപ്പെടുത്തുകയില്ല, അവർ ലക്ഷ്യം അതാണല്ലോ. അതല്ലെങ്കിൽ ഡൽഹിയിൽ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ BJPക്കാണ് ഗുണമെന്ന് ഏത് കൊച്ചറിയാണത്. ഇപ്പോൾ ഈ 10-17 സീറ്റിനടുത്ത് ഇലക്ഷൻ നടത്തുന്നുണ്ട് ബീഹാർ, ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ. കോൺഗ്രസ് 2 സീറ്റോ, ആം ആദ്മി പാർട്ടി 4 സീറ്റോ, മറ്റുള്ള BJP വീണ്ടും കൊണ്ടേക്കാണ്. അപ്പോൾ ഇത്രയും അർത്ഥശൂന്യമായ ചിന്താഗതിയുള്ള മണ്ടത്തരത്തിൽ കൂടി ചിന്തിക്കുന്ന ഈ വിഭാഗം നേതാക്കളെ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും സംഘടിതമായ ശക്തിയായ സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത്? കർണാടക തെന്നി നിൽക്കുന്നു, തെലങ്കാന തെന്നി നിൽക്കുന്നു, ബീഹാർ പോയി, പശ്ചിമ ബംഗാളിൻ്റെ അവസ്ഥ പ്രശ്നമാണ്, തമിഴ്നാട്. എന്നിട്ടും കോൺഗ്രസ് നയിക്കുന്ന നേതാക്കൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. കാരണം ഇവർ നയിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പക്വതയോ പാകതയോ ദീർഘവീക്ഷണമോ മനഃശാസ്ത്ര ചിന്താഗതിയോ അല്ലെങ്കിൽ ഫിലോസഫി ചിന്താഗതിയോ ശാസ്ത്രീയ ചിന്താഗതിയോ ഇല്ല. കേവലം രാഷ്ട്രീയക്കാർ മാത്രമാണ്. കേവലം രാഷ്ട്രീയക്കാരെ കൊണ്ട് എങ്ങനെയാണ് 100 വർഷത്തോളം പഴക്കമുള്ള സംഘപരിവാർ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ താഴെ ഇറക്കാൻ പറ്റൂല. തന്നെയുമല്ല, ഇത്രയും കാലം പിന്നോക്കത്തിൽ ന്യൂനപക്ഷം പറഞ്ഞ് സംഘടിച്ച് നടന്നു. എന്നിട്ട് ഇന്ത്യയിൽ 20% മുസ്ലിം സമുദായമേ. ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്ത് നേടി? ഇപ്പോൾ ആസാമിൽ 1500 കുടുംബങ്ങൾ ഒഴിപ്പിക്കുകയാണ്, മറ്റ് പള്ളികൾ നശിപ്പിക്കുകയാണ്. അതേ സ്ഥാനത്ത് ഡൽഹിയിൽ BJPയുടെ ഡൽഹി ഓഫീസിൻ്റെ കാർ പാർക്കിങ്ങിന് സൗകര്യം പോരാ എന്ന് പറഞ്ഞ് 1500 വർഷയുടെ പഴക്കമുള്ള ഒരു അമ്പലം നശിപ്പിച്ചാണ് കാർ പാർക്കിംഗ് ഉണ്ടായത്. അതൊന്നും ആർക്കൂടെ വിഷയമല്ല. അപ്പോൾ ഇങ്ങനെ കരുതിക്കുട്ടികൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കാതെ മുമ്പല്ലേ അവരായിട്ടൊരു ധാരണത്തിലെ ബുദ്ധി. അതെന്താണ് മുസ്ലിം നേതാക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത്?
നിങ്ങളിപ്പോൾ ലാലുവിൻ്റെ പാർട്ടിയും മുലായത്തിൻ്റെ പാർട്ടിയും കോൺഗ്രസിലേക്ക് സപ്പോർട്ട് ചെയ്തല്ലോ, 100% മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്തല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി ഭൗതികമായിട്ട്? ആത്മീയമായിട്ടൊന്നും പറയുന്നില്ല, അതൊന്നും ഇതല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ആത്മീയമായിട്ടാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. അതൊക്കെ അത് വേറെ ലൈനാണ്. നമ്മൾ ഈ ലൈനാണ് പറയുന്നത്. ഈ ലൈൻ ഭൗതികമാണ്. ഭൗതികത്തിൽ നിന്ന് എന്ത് നേട്ടം കിട്ടി? എന്തെങ്കിലും നേട്ടം കിട്ടിയോ? ഇത്രയും കാലം ആലോചിച്ച അവർ കുറേ പേര് മുഖ്യമന്ത്രിയായി മന്ത്രിമാരായി പേരായി നല്ലത്. മുസ്ലിം സമുദായമേ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് നേട്ടം ഭൗതികമായിട്ടുണ്ടായി? ഈ കോൺഗ്രസ് കൊണ്ടോ അല്ലെങ്കിൽ മുലായത്തെ കൊണ്ടോ ലാലുവിൻ്റെ പാർട്ടി കൊണ്ടോ നിങ്ങൾക്ക് നേതൃത്വമുണ്ടേ ഒരു നേട്ടം പറയും, കോട്ടല്ലാതെ. പക്ഷെ ആ പിന്തുണ കൊടുത്തത് നിങ്ങൾ ബുദ്ധിപൂർവ്വം സംഘപരിവാറിനാണ് ഒരു ധാരണ എത്തിയെങ്കിൽ നിങ്ങൾക്ക് ഒരുപടി നേടായിരുന്നു ഭൗതികമായിട്ട്. ആത്മീയ വിട്ടുകളെ ഞാൻ ആത്മീയ ഇതിൽ ബാധകമല്ല. നിങ്ങൾ ചിന്തിക്കുന്നില്ലോ അത്. നിങ്ങൾ അംബേദ്കറിസം പറഞ്ഞതല്ലോ. അംബേദ്കറിസം പറഞ്ഞപ്പോൾ എന്താ ഒരു പുസ്തകത്തിൽ പറഞ്ഞ് മുസ്ലിങ്ങൾ ഒരിക്കലും ദേശീയത പറ്റിയിട്ടില്ല, അവരുടെ ചിന്താഗതി വേറാണ് എന്നൊക്കെ അംബേദ്കർ പറഞ്ഞായിട്ട് ഒരു വാർത്ത കണ്ട്. ശരിയായിട്ട് എനിക്കറിയില്ല. അതുപോലെ ബുദ്ധമതം സ്വീകരിച്ചു അദ്ദേഹം. അല്ലെങ്കിൽ ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും വിദേശ മതമാണ്, അതുകൊണ്ട് പറ്റൂല. അത് ബുദ്ധ എന്നിട്ട് എന്ത് നേടി? ഇന്ത്യയിലെ ദളിതുകൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ? മാരാമൺ കൺവെൻഷനിൽ വർഗീയതയെ ഒഴിവാക്കാൻ വേണ്ടി പുതിയൊരു മതം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്ത് പറ്റും? 5 വർഗീയത 6 വർദ്ധിച്ചു എന്നല്ലാതെ 3 ലക്ഷം ദളിതിലെ കൊണ്ട് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചിട്ട് ആ ബുദ്ധമതത്തിനോ അല്ലെങ്കിൽ ആ സമുദായത്തിനോ എന്ത് നേട്ടമുണ്ടായി? മാത്രമല്ല ബുദ്ധമതം തീരെ നശിച്ചു പോയി, ഇന്ത്യയിൽ അപ്രസക്തമായി. അപ്പോൾ ബുദ്ധിപൂർവ്വമാണോ കാണിച്ച മുലവരും എന്ന് പറഞ്ഞ് കാത്തിരിക്കും. ഇനി നമ്മൾ എത്ര കാലം കാത്തിരിക്കണം? പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ഐക്യം പറഞ്ഞ് രാഷ്ട്രീയം നടന്ന് പ്രവർത്തിച്ചിട്ട് ഇനി എത്ര വർഷം നമ്മൾ കാത്തിരിക്കണം? ഇനി കാത്തിരിക്കാൻ സമയമില്ല, സമയം വളരെ വൈകി. ഇനി ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, സംഘപരിവാറായിട്ട് അതിൽ നേതാക്കളായിട്ട് ഒരു മിനിമം പരിപാടി ധാരണ എത്തുക. നിങ്ങൾ നിങ്ങളുടെ വഴി, ഞങ്ങൾ ഞങ്ങളുടെ വഴി. 20% വരുന്ന ഞങ്ങൾ മുസ്ലിങ്ങൾ ഞങ്ങളുടെ ഏതൊക്കെ ചില ഡിമാൻഡ് അത് നിങ്ങൾ അനുവദിച്ചു തരാം, നിങ്ങൾ നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നവിടെ ബുദ്ധി, മറ്റൊരു ബുദ്ധിയല്ല. അംബേദ്കറിസം പറഞ്ഞ് നടന്നല്ലോ ഇത്രയും കാലം. അംബേദ്കറിസം പറഞ്ഞാൽ ഞാൻ വരെ അംബേദ്കറിനെ വേണ്ടി വാദിച്ച ആളും 10-30 എൻ്റെ യൗവനം മുഴുവൻ കളഞ്ഞാണ്. എന്ത് ഇന്ത്യയിലെ ജനങ്ങൾ നേടി? കാരണം അംബേദ്കറിസും ഗാന്ധിസും ഒക്കെ കാലഹരണപ്പെട്ടു പോയത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ബി കോംപ്രമൈസ്, ബി പ്രാക്ടിക്കൽ എന്താണ്? സംഘപരിവാർ 100 വർഷം കൊണ്ട് വളർത്തിയെടുത്ത സംഘപരിവാർ പ്രസ്ഥാനമായിട്ട് ഒരു മിനിമം ധാരണയിലെത്തി. അവരായിട്ടൊരു മിനിമം ധാരണയിലെത്തി പള്ളി പൊളിക്കലൊക്കെ നിൽക്കും, ഒരു വിഷയം ഉണ്ടാവില്ല. അത് ഞാൻ ഇന്നലെ പറഞ്ഞത്. നിങ്ങൾ ബുദ്ധിയില്ലെങ്കിൽ ബുദ്ധിയുള്ളവർ പറഞ്ഞാണ്. അവരെ സംബന്ധിച്ച് അവർ വലിയ പ്രതിസന്ധിയിലാണ് ഇന്ത്യയിൽ. അതൊന്നും ഒഴിവാക്കി അവർ പ്രതിസന്ധി മാറി ഉറപ്പാണെന്ന് ബോധ്യം വന്നാൽ പിന്നെ ഒരു വിഷയം ഉണ്ടാക്കില്ല. അവരൊരുപാട് നോക്കണം. അവർക്ക് അവരുടെ പ്രമാണിത്വം അല്ലെങ്കിൽ മേൽക്കോയ്മ അത് ഉറപ്പാക്കണം. അത് ആക്കാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ രാഹുലിൻ്റെ കീഴിലൊന്നും യോജിച്ചിട്ട് ഒരു കാര്യമില്ല. രാഹുൽ എന്ന കത്തോലിക്ക പാർട്ടിയായിട്ട് കാണുന്നത്. ഇപ്പം നമ്മുടെ ഇതല്ലേ, പ്രിയങ്കയുടെ ഭർത്താവാണ് വരാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ നയിക്കാൻ പോകുന്നത്. അതിന് റോബർട്ട് വധേരയൊക്കെ മുന്നിൽ നിന്ന് കഴിച്ചാൽ ഈ പ്രസ്ഥാനം എത്ര ഇവിടെ മുസ്ലിങ്ങൾ കോൺഗ്രസ് സർവ്വ തുള്ളുന്നുണ്ട്. കോൺഗ്രസ് ഇംഗ്ലാം വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. അതൊക്കെ ശരിയായിരുന്നു ഒരു കാലത്ത്. ഇന്നിപ്പോൾ അവർ കൂടെ സാധിക്കില്ല. അതായത് ഈ സോണിയ കോൺഗ്രസ് കൊണ്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, സംരക്ഷണം കൊടുക്കാൻ പറയാൻ പോലും അവർക്ക് ധൈര്യമില്ല. അതിലൊന്നാളെ അന്തോണി പറയുമ്പോൾ കൊടുത്ത് കടന്നു പറയാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ സമുദായത്തോടല്ല എൻ്റെ സമൂഹത്തോട് ചെയ്യുന്ന മണ്ടത്തായിരിക്കും. നാളെ എൻ്റെ സമൂഹത്തിൻ്റെ യുവാക്കൾ ചോദിക്കും. ഏതുപോലെ കൽക്കട്ടയിൽ നിന്ന് തലസ്ഥാനം ഡൽഹിയിലേക്ക് വീണ്ടും മാറ്റിയപ്പോൾ ആ നേതാക്കൾ പോയത് ചമ്പൽ താഴ്വര വഴിയാണ്. ആ ചമ്പൽ താഴ്വര തലസ്ഥാനം മാറ്റിയെങ്കിൽ 100 വർഷം കൊണ്ട് സംഘപരിവാർ വരുമ്പോൾ ഏറ്റവും വലിയ സംഘടന പട്ടണമായേനെ അല്ലെങ്കിൽ നഗരമായേനെ ആ പ്രദേശം. ഇത് ശ്വാസം മുട്ട ഡൽഹി. ഇന്ന് തലമുറ ചോദിക്കുകയാണ്, എവിടെ പോയിടോ നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ പൂർവികർ കാണിച്ച മണ്ടത്തരം. അത് ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ഭാവി തലമുറ ചോദിക്കാൻ പാടില്ല.
അതുകൊണ്ട് ഇത്രയും ഇതെല്ലാം രേഖയിൽ പോകാണ് ലോകം മുഴുവൻ രേഖ മൂലം പറഞ്ഞു വയ്ക്കുന്നത്. നാളെ ചോദിച്ചുകൊണ്ട് മൊയ്തീൻ ഷാക്ക് ജീവിച്ചിരുന്നല്ലോ ഈ യുഗത്തിൽ, ആ യുഗത്തിൽ എന്താ ഇത്രയും മണ്ടത്തിൽ കാണിച്ചത് ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് കൂടിയാണ് വളരെയധികം പരിഭവത്തോടെയാണെങ്കിലും അല്ലെങ്കിൽ വളരെയധികം എതിർപ്പ് നേരിട്ടുവാണെങ്കിലും ഈ സത്യാവസ്ഥ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബുദ്ധിയുടെ അംശം ആലോചിച്ച് നോക്കുക. ഇനി ആരാണ് നിങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത്? ഈ അന്തോണി കോൺഗ്രസോ അല്ലെങ്കിൽ രാഹുൽ കോൺഗ്രസ് നിങ്ങൾ സഹായിക്കുമോ? ആസാമിൽ 1500 കുടുംബങ്ങൾ, മറ്റു അതായത് എത്ര ആയിരങ്ങൾ കുടിയൊഴിപ്പിക്കുന്നു, തകർക്കുന്നു, ബുൾഡോസ് തകർന്നു. ഈ സോണിയ കുടുംബം, കത്തോലിക്ക കുടുംബം അനങ്ങാൻ പറ്റുമോ? അവരും നില ക്ലിയറല്ലേ, പിന്നെ ഇങ്ങനെ മറ്റു നോക്കുന്നത്. ഇപ്പോൾ ഒരു ഫാദർ വിദേശത്ത് വരാൻ വേണ്ടി എന്നിട്ട് അനുവാദം കൊടുത്തിട്ടില്ല, അതിനുവേണ്ടി അവർ ഓടിപ്പാഞ്ഞ് നടക്കുക. അവർ നില ഭദ്രമല്ലേ ഇവിടെ, പിന്നെ അവരെങ്ങനെ മറ്റുള്ള സംബന്ധത്തെ നോക്കും? രാഹുൽ ഗാന്ധി അൺഫിറ്റാണ്. നിങ്ങൾ കോൺഗ്രസ്സുകാരെ മുസ്ലിങ്ങളെ നിങ്ങൾ എത്രയൊക്കെ പൊക്കി പറഞ്ഞാലും, സോണിയ കുടുംബത്തിൽ പറഞ്ഞാലും, കോൺഗ്രസ് പറഞ്ഞാലും, അതുകൊണ്ട് കൊണ്ട് ഒരു രക്ഷയില്ല. ഇനി ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഈ പറഞ്ഞ രാഹുൽ കുടുംബത്തെ കൊണ്ടോ അല്ലെങ്കിൽ ഇനിയുള്ള കോൺഗ്രസ് കൊണ്ട് ഈ നിലക്ക് പോയാൽ ഉള്ള കുടുംബത്തോട് നിങ്ങൾ സാധിക്കില്ല. അത് വേണമെങ്കിൽ BJP ഒഴിച്ചുള്ള സർവ്വ പാർട്ടികളും ഒരേ കുടക്കീഴിലും ഒരേ കൊടിക്കീഴിലും വന്ന് അത് സോണിയ കുടുംബം നേതൃത്വം മാറുകയും ചെയ്താൽ മാത്രമേ ഒരു പരിഹാരമുള്ളൂ. അത് നടക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പ്ലേറ്റ് മാറ്റി. ഒരു വടക്കൻ വീരകഥയിൽ MT വാസുദേവൻ നായർ കഥ ചന്തുവിനെ കുറിച്ച് പറഞ്ഞ പോലെ ഞങ്ങൾ കഥ തിരിച്ചു പറയുന്നത്. എന്താ തിരിച്ചു പറയുന്നത്? സംഘ് പരിവാറുടെ ധാരണ എത്താം, മിനിമം പരിപാടി ധാരണ എത്താം, അല്ലാതെ നടക്കുമായിരുന്നു. BJP ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടിയും മാറ്റി നിർത്തി ഒരു കോടക്കയിൽ നിർത്തി സോണിയ കുടുംബം മാറുകയും ചെയ്യുകയാണെങ്കിൽ സംഘ് ക്ലീനാണ്. പക്ഷെ അത് നടക്കാൻ സാധ്യമില്ല. സോണിയ കുടുംബത്തിൽ മാറാൻ ഇവിടുത്തെ BJP സംഘ് പരിവാറിൻ്റെ ആൾക്കാർ സമ്മതിക്കില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പേര് മാറ്റാൻ സമ്മതിക്കില്ല. അതൊക്കെ അവർ നിലനിൽപ്പിൻ്റെ രീതിയാണ്, അവരുടെ സോഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇതാണ്. ക്രിസ്തുദേവന് കുരിശ് തറക്കാൻ വേണ്ടി 2 ആണി തറക്കാൻ വന്നിട്ട് ആണി തറച്ച കൊല്ലൻ 3 തറച്ചവനെ. കാരണം ഒന്ന് പാഴായി പോയല്ലോ എന്ന് വെച്ചു. അത്ര പിന്നെ വൃത്തിയോട് കാണിച്ചു പറഞ്ഞ് പരാതിയുണ്ട്. അതുപോലെയാണ് ഇവരെ കൊണ്ട് സാധിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് സാർ ചെയ്യുക? പകരം ഒന്ന് കണ്ടുപിടിക്കല്ലേ. ആ പകരം കണ്ടുപിടിച്ച രീതിയാണ് പറയുന്നത് സംഘ് പരിപാടി ധാരണത്താകുന്നത്. അത് വർഷങ്ങളെടുത്ത അധ്വാനത്തെ ഫലവും ചിന്തയുടെ ഫലമാണ്. എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഇതെല്ലാം തീർന്നിട്ട് വേണോ? അപ്പോൾ ആയിരക്കണക്കിന് മുസ്ലിം സമൂഹ കുടുംബം പള്ളികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചോദ്യം ചെയ്യാൻ ഒരു പ്രതിപക്ഷത്ത് ഏതെങ്കിലും നേതാവുണ്ടോ? ഈ രാഹുലുണ്ടോ? രാഹുലിൻ്റെ പ്രിയങ്കുണ്ടോ? സോണിയുണ്ടോ? ഗാർഗയുണ്ടോ? ആസാമിൽ എത്ര പേര് കുടിയൊഴിപ്പിക്കുന്നു? എത്ര പേർ വീട് തകർക്കുന്നു? ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്തൊക്കെ പറഞ്ഞിട്ട് മമതാ ബാനർജി അവിടെ മുസ്ലിം എന്ന പേര് പറഞ്ഞ് തന്നെ ചില പ്രവൃത്തി നടത്തുന്നുണ്ട്. അതെന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൂടാ? പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി കത്തോലിക്കാണ്, മറ്റൊരു അവർ ഒന്നാന്തരം ബ്രാഹ്മൺ സ്ത്രീയാണ്, അവർക്കത് പറയാം. അതാ പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഇവിടുത്തെ മുന്നോക്ക സമുദായം അല്ലെങ്കിൽ എന്താ പറയുക, പിന്നോക്കം അവിടെ അല്ലെങ്കിൽ സവർണം വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ തന്നെ വേണം. ആ ശാസ്ത്രീയ പോലെയുള്ള മനുഷ്യത്വമുള്ള ബ്രാഹ്മിൻസ് തന്നെ വേണം. എങ്കിൽ രക്ഷയുള്ളൂ. അവർ മുഖം നോക്കാൻ പറയും. അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഒരു മുസ്ലിം തന്നെ ആയാലും അവന് ലിമിറ്റുണ്ട്. ഇനി ഒരു ദലിത് ആയിക്കോട്ടെ, ഇപ്പോൾ മുറുമൊക്കെ ദലിതല്ലേ, അല്ലെങ്കിൽ തുറന്ന് പറയാൻ പറ്റുന്നുണ്ടോ? തുറന്ന് പറയണമെങ്കിൽ നട്ടലിന് ബലമുള്ള മുന്നോക്ക ജാതിയിൽപ്പെട്ട ബ്രാഹ്മണത്വ വേണം. അവർ നേതൃത്വം മുസ്ലിങ്ങൾക്ക് തരുന്നതാണ് നമുക്ക് നല്ലത്. അവർ പക്ഷെ മനുഷ്യത്വമുള്ളതായിരിക്കണം, ചതിക്കുന്നില്ല, അങ്ങനെയുള്ളത് വേണം. മനസ്സിലാവുന്നില്ല. ചങ്കൽ ജയ സമയം പോലെയുള്ള പ്രസിഡന്റുമാരുണ്ടായിരുന്നല്ലോ ഇന്ത്യയിൽ. ശാസ്ത്രീയ പോലെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും അപശബ്ദം ഉണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെയുള്ള ബ്രാഹ്മണ ലോബി തന്നെ വേണം നമ്മളെ നയിക്കാൻ, നിയന്ത്രിക്കാനും. അതാ നമുക്ക് സുരക്ഷിതത്വം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, കോൺഗ്രസ് സാധിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒരു മിനിമം ധാരണയിലെത്തണം. അതാണ് പകരം കണ്ടുപിടിച്ചത്. ഇത് പറഞ്ഞാൽ ഇവിടുത്തെ തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിയൊക്കെ മനസ്സിലാവുമോ? കുഞ്ഞാലിക്കുട്ടിയൊക്കെ ചിന്തിക്കും ഇപ്പോഴും ആരാണ് ഈ രമേശിൻ്റെയും മറ്റ് സതീഷിൻ്റെ കൂടെ നിന്ന് എന്തൊക്കെ വെച്ചിട്ട് കഴിയുമെങ്കിൽ ഭരണം കിട്ടി ഒരു ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ട് മരിക്കുക. അതിൽക്ക് അവർ ഒരു ചിന്തയില്ല. അവർ ആ ചിന്തിക്കുക അറിഞ്ഞുകൂടാ അവർക്ക്.
ഞങ്ങൾ വരും തലമുറ എൻ്റെ സമൂഹം എന്ന് പറഞ്ഞാൽ സമുദായം എന്ന് പറഞ്ഞാൽ എൻ്റെ ജാതി മാത്രമാവും. സമൂഹത്തിൽ മൊത്തം ജനങ്ങൾ ആ മൊത്തം ജനങ്ങൾ ഉദ്ദേശിച്ചിട്ട് അവർ വളർന്നു വരുമ്പോൾ അവരോട് സമാധാനം ജീവിക്കണം, അതിനുള്ള അവസരം ഉണ്ടാക്കണം, അതിൻ്റെ സാഹചര്യം ഉണ്ടാക്കണം. സർക്കംസ്റ്റൻസ്, എൻവയൺമെൻറ്റ് അതിന് ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ ആ ചുറ്റുപാട് സാഹചര്യം ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എൻ്റെ കുഞ്ഞു മക്കൾ ഇപ്പോൾ 2-3 വയസ്സുള്ള കുഞ്ഞു മക്കൾ, ഇപ്പോൾ എൻ്റെ പേരക്കിടാവുകൾ 2 വയസ്സോ 2 വയസ്സൊക്കെ ഉള്ളൂ. അവർക്ക് വളർന്നു വരുമ്പോഴും അവർ ജാതി ചോദ്യം ചെയ്യാൻ പറ്റാത്ത, അവർ നിലനിൽപ്പിന് അപകടം വരാത്ത ഒരു വർഗ സമൂഹം വളർന്നു. അത് ഇന്നത്തെ കണ്ടീഷനിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് സംഘപരിവായിട്ട് ദാനത്ത് തന്നെ ബുദ്ധിയാണ്. ഘട്ടം വളർന്നുപോയി. തന്നോട് പറഞ്ഞ് താൻ വിളിക്കാമെന്ന് പറയും. മക്കളാണെങ്കിൽ പോലും തന്നോട് പറഞ്ഞ് താൻ വിളിക്കുക. മക്കളെ കുഞ്ഞ് മാറ്റിയെടുത്തല്ല. അതുപോലെയാണ് സംഘപരിവാർ അത്ര കണ്ട് ഡെവലപ്പ് ചെയ്തു പോയി. അത് പറഞ്ഞ് മറ്റുള്ള ഭയപ്പെടുത്തോ അല്ലെങ്കിൽ ഇതല്ല, യാഥാർത്ഥ്യം പറഞ്ഞത്, ഫ്രാങ്ക് ആൻഡ് ട്രൂത്ത്. അവിടെ ദയവ് ചെയ്ത് അങ്ങനെ ഒരു ധാരണ കൊടുത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിക്കുകയാണ്. ഇനി കേരള രാഷ്ട്രീയത്തിൽ വന്നാൽ നിങ്ങളൊരു കാര്യം നീറുന്ന 100 പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ പോലും. അതെല്ലാം ചിന്തിക്കാതെ പെണ്ണ് കേസിന് പുറകിൽ നമ്മുടെ പോലീസ് മിഷണറിയും മന്ത്രിസഭയുടെ ശക്തിയൊക്കെ ഉപയോഗിക്കണം. വേറെ ഒരു കാര്യമില്ല. എത്ര നീറുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞത് അത് വലിയ വിഷയമാണ്. അത് നമ്മുടെ ആരോഗ്യവകുപ്പ് എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കില്ല. ഇപ്പം എന്താണ്, ഇപ്പോൾ ആൾക്കാർക്ക് രാഹുൽ ഈശ്വരനെ അടുത്ത അസംബ്ലി നിർത്തി ജയിപ്പിച്ച് കഴിവെങ്കിലും മന്ത്രിയാക്കുക അല്ലെങ്കിൽ MLA ആക്കുക. അതാണ് ചില ലോബികളിൽ അതിനുള്ള കളിയാണ്. ഇപ്പോൾ ഈ പ്രചരിപ്പിക്കുകയാണ്. ഊതി വീർപ്പിച്ച് രാഹുൽ ഈശ്വരനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പ്രചാരണം കൊടുത്ത് വാനോളം മുഖത്താണ്. അതിൽ മറ്റൊരിതാണ് നമ്മുടെ വാര്യർ. ഇനി ഒരാളുണ്ട് ബാക്കിയോടെ ആളെന്ന് പറഞ്ഞില്ല. ആ സിനിമയിൽ വരുന്ന വേറെ ആൾ ഇത് നടക്കുന്നത് പേര് കിട്ടി. അത് വന്നിട്ടില്ല. അതിൽ പരിസ്ഥിതി പോലെ അങ്ങനെ വന്ന് ഊതി വീർപ്പിച്ച് ആളാക്കിയിട്ട് അസംബ്ലി സ്ഥാനം കൊടുത്ത് ജയിപ്പിച്ച് കഴിവെങ്കിൽ മന്ത്രിയാക്കാം. അതൊക്കെയാണ് ഇവിടെ. ഇപ്പോൾ ഈ കേരളത്തിന് കാതലയ വശം എന്ന് പറഞ്ഞാൽ രാഹുൽ വ്യഭിചരിച്ച പെണ്ണിൻ്റെ ലിംഗത്തെക്കുറിച്ചൊക്കെയാണോ സംസാരിക്കേണ്ടത്? അല്ലാതെ എത്രയോ കാര്യങ്ങൾ വേറെയുണ്ട്. അതെന്താ ശ്രദ്ധിക്കാത്തത്? അപ്പോൾ ബഹുമാന്യ ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്, പെണ്ണുങ്ങളെങ്കിലും ഇതൊന്നും അല്ല ശരിയായ മാർഗത്തിൽ കൂടി നിങ്ങൾ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.